ആറുമാസം മുമ്പ് നവീകരണ പ്രവൃത്തി ആരംഭിച്ച മുക്കം മാമ്പറ്റ ബൈപ്പാസ് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നു. ഇതുവഴിയുള്ള യാത്രക്കാർ വലിയ ദുരിതത്തിലാണ്. 5 കോടി രൂപ ചിലവഴിച്ച് 2.5 കിലോമീറ്ററോളം വരുന്ന റോഡിൽ 3 കലുങ്കുകൾ, ഡ്രൈനേജ്, സിഗ്നൽ ബോർഡുകൾ, BNC നിലവാരത്തിലുള്ള ടാറിംഗ് എന്നിവ ചെയ്താണ് നവീകരിക്കുന്നത്. എന്നാൽ റോഡിന്റെ പ്രവൃത്തി ആരംഭിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രവൃത്തി എങ്ങുമെത്താത്ത അവസ്ഥയാണ്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിടൽ പ്രവർത്തനങ്ങളും പിന്നാലെ മഴയും കൂടി എത്തിയതോടെ റോഡിൽ വെള്ളവും ചെളിയും കെട്ടിനിന്ന് കാൽനട യാത്രക്കാർക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയുമായി. നിരവധി വിദ്യാർത്ഥികൾ, കാൽനട യാത്രക്കാർ, ഇരുചക്ര വാഹനക്കാർ അത്യാവശ്യ ഘട്ടങ്ങളിൽ മുക്കം KMCT മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലേക്ക് രോഗികളെയും കൊണ്ട് ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോകുന്നതും നിത്യേന ഗതാഗത തടസ്സമുണ്ടാകുന്ന ഇടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ അഗസ്ത്യാർമൊഴിയിൽ ഗതാഗത തടസ്സമുണ്ടായാൽ നിരവധി പേർ ആശ്രയിക്കുന്നതും ഈ റോഡാണ്. റോഡിൽ വെള്ളക്കെട്ടുണ്ടായതോടെ ഇരുചക്ര വാഹനങ്ങൾ വീണ് അപകടമുണ്ടാകുന്നതും ഭാരം കയറ്റി വരുന്ന വാഹനങ്ങൾ ചെളിയിൽ കുടുങ്ങുന്നതും നിത്യസംഭവമായിട്ടുണ്ട്. വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നിർമ്മിക്കാവുന്ന സാങ്കേതിക വിദ്യയുള്ള ഇക്കാലത്താണ് കുറഞ്ഞ ജോലിക്കാരെ മാത്രം ഉപയോഗിച്ച് പ്രവൃത്തി നടക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. നിരവധി തവണ ജനപ്രതിനിധികളെയും PWD ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്നും പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നാട്ടുകാർ പറയുന്നു. കേരള പ്രണാമൻ ന്യൂസ്, കോഴിക്കോട്.